എല്ലാവർക്കും നമസ്കാരം. കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇഡ്ഡലി സ്റ്റഫ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അതിലായിട്ട് ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞെടുത്തു, തക്കാളി ഉള്ളിലത്തെ സീഡ്സൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തു, പിന്നെ മല്ലിയില, ഒരു പച്ചമുളക് മാത്രമേ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ. അതിനായിട്ട് ഞാൻ കുറച്ച് പനീർ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് വേഗം എളുപ്പം ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. പനീർ കുറേശ്ശെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒരു ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, ചെറിയതായി അരിഞ്ഞു വെച്ച പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുക്കുക. പനീർ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തിടുക. ഒരു 2-3 എണ്ണം മതി. ഫ്രൈ ചെയ്യുന്നതിൻ്റെ മുൻപേ കുറച്ച് ജീരകം ഇടേണ്ടിയിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയതാണ്. വളരെ കുറച്ച് ഇട്ടാൽ മതി. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഗ്രേറ്റ് ചെയ്തിടുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, എരിവൊക്കെ കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ച പനീർ ചേർക്കുക. കുറച്ച് ഗരം മസാല ചേർത്തു. ഇതിലേക്ക് പെപ്പർ പൗഡറും ചേർക്കാം കേട്ടോ. അതിനുശേഷം പൊടിയായി അരിഞ്ഞു വെച്ച മല്ലിയിലയും ചേർത്ത് കൊടുക്കും. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സ്റ്റഫിങ് റെഡിയായി. ഒരു വ്യത്യാസമാക്കിയിട്ടൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. കുറച്ച് കസൂരി മേത്തി കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണത്. ഇനി ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് ഇഡ്ഡലി മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എണ്ണ പുരട്ടിയ ഇഡ്ഡലി തട്ടാണ്. ഓരോ ഇഡ്ഡലി മാവിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക. പനീർ മസാല അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഓരോന്നിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ മസാല, പനീർ മസാല കവർ ചെയ്യാനായിട്ട് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തു. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഇഡ്ഡലിയൊക്കെ വെന്തു, ഇഡ്ഡലിയൊക്കെ റെഡിയായി. മാവ് ഉലുവ ദോശേൻ്റെ മാവാണ്. വളരെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇഡ്ഡലി. ഇത് ഉലുവ ദോശേൻ്റെ മാവ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് അതിനൊരു വൈറ്റ് കളർ ഇല്ലാത്തത്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി വളരെ സോഫ്റ്റ് ആയിരിക്കും. ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് കുട്ടികളുടെ ടിഫിനിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാംഗോ സോസ് ഇട്ട് കൊടുക്കുക. അതും ഹോം മെയ്ഡാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ചേർക്കാം. അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തിയുമായ കുട്ടികളുടെ ടിഫിൻ ബോക്സ് റെഡിയായി. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. ഇഡ്ഡലി മാവ് കൊണ്ട് കവർ ചെയ്യാതെയും നമുക്ക് ഇങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ.